ഹലോ എവറിബഡി, സ്കൈലാൻഡ് അഡ്രസ് പ്രസൻസ് FTQ വിത്ത് മീ. ഞാൻ രേഖ മേനൻ. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് പേർക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത വെരി എമിനന്റ് പേഴ്സണാലിറ്റി ശ്രീ KV Abdul Aziz, CMD, Skyland Builders. Sir, thank you so much for coming. Good morning. Thank you, Rega, for your presence here, and I'm so happy to interact with you. അതെ, നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണുന്നത്. 36 years സ്കൈലാൻഡ് ബിൽഡേഴ്സ്, റൈറ്റ്? ഈ 36 വർഷത്തിന് തിരിഞ്ഞു നോക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ ഫോർ മേക്കിംഗ് സ്കൈലാൻഡ് ഇവിടെ വരെ എത്താനായിട്ട്. അങ്ങനത്തെ ഒരു ടേണിംഗ് പോയിന്റ് ഓർമ്മയുണ്ടോ? 36 years, as you know, is a long journey. അതെ. See, നമ്മൾ any business, any activity or any profession you follow, the core essence of your activity, if at all, if you keep you going, is, you know, the, what do you call, നമ്മളെ ജോഷാണ്. Josh is very important because you should be involved in your activity. So day one we decided we are going, and that's what I decided to go, because I never looked at the figures. If you ask me, like I should achieve this in 5 years, 10 years, 15, 20 years, nothing of that. The passion aanalla. So once you started doing things, you keep on going. So that was the, if you ask me, that kept me going for the last 36 years. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 36 ഇയേഴ്സ് ഉണ്ട്. ഇനിയും മേജർ ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ജനറലായിട്ട് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 2008 there was a recession ഉണ്ടായിരുന്നു. But yeah, that didn't affect us much. It affected because we have been very, very careful, to be frank with you, because we always thought that our philosophy has been like നമ്മൾ ആരാൻ്റെ കാശാണ്. That's always, even today I keep that in my mind. Whatever I do it, that because somebody else's money, their trust is there. See, no other business in the world you can see that people pay 100% in advance. 100% advance without seeing the product. And they don't know what they are going to get. സത്യം. അത് വേറെ ലോകത്ത് ഞാൻ ചോദിച്ച ഒരു പ്രോഡക്റ്റ് ഇല്ല. എപ്പോൾ ഞങ്ങൾ സെയിൽസിൻ്റെ ആൾക്കാരെ ചോദിക്കുന്ന ചോദ്യമാണ്, സെയിൽസ്മാൻമാരുടെ ഒരു പ്രോഡക്റ്റ് പറ ഈ ലോകത്ത് 100% വിശ്വസിച്ചിട്ട് അഡ്വാൻസ് 100% വിത്തൗട്ട് സീയിങ് ദി പ്രോഡക്റ്റ്. എന്താണെന്ന് അറിഞ്ഞൂടെ കിട്ടാൻ പോകുന്നു. പടത്തിൽ കുറെ കാണിക്കും, നമ്മൾ പടം കാണിച്ച് ഇട്ടുകൊണ്ട് മോഡൽ അപ്പാർട്ട്മെന്റ്. എക്സാക്ട്ലി, മോഡൽ അപ്പാർട്ട്മെന്റ് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. പണ്ട് മോഡലും ഇല്ല, പടം കാണിക്കും, ഇതാണ് കാണും, പിന്നെ കുറച്ച് സ്പെക്കും കാണിക്കും, ഇതാണ് പോയി ഇതാണ് തരാമോ. പക്ഷെ അത് വെച്ചിട്ടാണ് ആൾക്ക് 100% തരുന്നത്. വേറെ യു ഗോ ടു എനി അതർ പ്രോഡക്റ്റ്, ബൈ എനി പ്രോഡക്റ്റ്, കാറാണെങ്കിൽ തന്നെ നിങ്ങൾ 2 കോടിയുടെ കാറാണ്, നിങ്ങൾ 4 കോടിയുടെ കാറാണ് വാങ്ങിക്കണം തന്നെ, യു നോ ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്, and drive with it, get a feel of it. Then only you are going to book it. Then ബുക്ക് ചെയ്തിട്ട് നമ്മൾ ചാവി എടുക്കാൻ പോകുമ്പോൾ ആദ്യം ചാവി കാശ് കൊടുത്ത് ഉടൻ തന്നെ ചാവിയും കിട്ടും. സോ യു കൻ ഡ്രൈവ് ഓഫ്. ഈ സാധനം മാത്രം, ഞങ്ങളുടെ പ്രോഡക്റ്റ് മാത്രം ഒന്നുമില്ല. അപ്പോൾ അത് സോ ദാറ്റ് ഈസ് വെരി വെരി ക്രിട്ടിക്കൽ. ട്രസ്റ്റ് ഫാക്ടർ ആണ്. ആൻഡ് സംബഡി എൽസ് ഹാർഡ് ആൻഡ് മണി. സോ വീടിന് പറയുന്ന, ഐ ഓൾവേസ് ടെൽ പീപ്പിൾ ലൈക്ക് ഇറ്റ്സ് എ ഡ്രീം ആണല്ലോ. നമ്മൾ കുഞ്ഞുനാളിലെ സ്വപ്നമാണ് ഒരു വീടുണ്ട്. അത് ചെറുതാവാം വലുതാവാം, ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യുവർ തോട്ട് പ്രോസസ്. അപ്പോൾ ആ ഒരു വീട് നമ്മളിപ്പോൾ താലോളിച്ച് വന്നിട്ടാണ്, ഓക്കെ 5 വർഷം 10 വർഷം 20 50 30 വർഷം ആകുമ്പോഴേക്ക് സ്റ്റാർട്ടഡ്. ദോസ് ഡേ ടു യൂസ് ടു ബി 55-50 ആയിരുന്നു അന്നൊക്കെ. വെൻ വി സ്റ്റാർട്ടഡ് ബൈങ് ഏജ് വാസ് സംതിങ് അറൗണ്ട് അബോവ് 45. അന്ന് ആർക്കും വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു, ബിക്കോസ് ഹൂ ക്യാൻ അഫോർഡ്. കേരളത്തിൽ അന്ന് വെൻ വി സ്റ്റാർട്ടഡ് 80-89 സ്റ്റാർട്ടഡ്, നോബഡി കുഡ് അഫോർഡ് ടു ബൈ. ഫുൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയാൽ കപ്പാസിറ്റി ഒന്നുമില്ല. ബേസിക് യൂസ് ബി എൻ അറസ്റ്റ്, അത് ഐ കം ബാക്ക് ടു ലേറ്റർ. അപ്പോൾ അങ്ങനെ 2008 ആയപ്പോൾ ദർ വാസ് എ റിസഷൻ വാസ്. യെസ്, നാച്ചുറലി ഇറ്റ് അഫക്റ്റഡ് ആർ സെയിൽസ്. അവിടെ ഞങ്ങൾ ചെറിയൊരു ഒരു സ്മോൾ ഡെസിഷൻ വാട്ട് വി ഡിഡ് വാസ്, ഞങ്ങൾ കടന്തയിൽ ഒരു 4 ഏക്കർ പോയിട്ടുണ്ടായിരുന്നു. 4 ഏക്കർ ഗോയിങ്. അപ്പോൾ അവിടെ പ്ലാനിങ് സംതിങ് അറൗണ്ട് ഒരു 5-6 ബ്ലോക്ക്. അന്നത്തെ കാലത്താണ് 6 ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സംതിങ് ഗ്രേറ്റ് ആണ്. 300-400 യൂണിറ്റാണ് പ്ലാനിങ് ദാറ്റ് ടൈം. അപ്പോൾ 2 കഴിഞ്ഞു, 3 ആയപ്പോഴേക്ക് വന്നു. 3ാമത്തെ ബ്ലോക്ക് ആയപ്പോൾ നിന്നു. ബിക്കോസ് 2008 നോ സെയിൽസ് ഫോർ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് സെയിൽ ഇല്ല. കാരണം അന്ന് ആൾക്കാരൊക്കെ പേടിച്ചു, ഓക്കെ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു കം ഡൗൺ, ക്രാഷ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ആൾ വാങ്ങൽ നിർത്തി. സി വാട്ട് ഹാപ്പൻസ്, വി ഹാവ് സ്റ്റാർട്ടഡ് ഓൾസോ തേർഡ് ബ്ലോക്ക് തുടങ്ങുകയും ചെയ്ത്. ഇൻ ദിസ് ബിസിനസ് വാട്ട് ഹാപ്പൻസ്, യു കാൺ സ്റ്റോപ്പ് കൺസ്ട്രക്ഷൻ. വേറെ ഏത് ബിസിനസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് കാറുണ്ടാക്കാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ യു ആർ എ കാർ മാനുഫാക്ചറാണ്, സെയിലില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് നിർത്താം. ഒരു ഷിഫ്റ്റ് വേണ്ടാന്ന് വെക്കാം, 2 ഷിഫ്റ്റ് ഓടിച്ചാൽ മതി. 3 ഷിഫ്റ്റ് ഓടിക്കാൻ ഒന്ന് സെയിൽ ഡ്രോപ്പ് ആണെങ്കിൽ ജനറലി സ്റ്റോപ്പ്. ഒരു ഓക്കെ, കമ്പനി ലൂസ് മണി, ബട്ട് ദെൻ
തിങ്സ് വിൽ ഗോ ഓൺ. നമ്മൾ കൺസ്ട്രക്ഷനിൽ വാട്ട് ഹാപ്പൻസ് യു കനോട്ട് സ്റ്റോപ്പ് കൺസ്ട്രക്ഷൻ. നമ്മളിപ്പം വിറ്റിരിക്കുക, ഞാൻ 10-ാം നിലയിൽ വിറ്റിരിക്കുന്ന ആൾക്ക് ഞാൻ 8, 9, 6, 5 വിറ്റില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ഐ കാൻ സ്റ്റോപ്പ് കൺസ്ട്രക്ഷൻ. അപ്പോൾ 50 യൂണിറ്റിൽ 10 വിറ്റുണ്ടെങ്കിൽ ഐ ഗോട്ട് ടു കീപ്പ് ഓൺ കൺസ്ട്രക്ഷൻ, ഹാസ് ടു ഗോ. അപ്പം കാശ് വേണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഇറ്റ് ഹാസ് ടു ബി പ്ലാൻ പ്രോപ്പർ. നല്ല ശരിക്കും പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ബിസിനസ് ഇറ്റ്സ് എ റിസ്കി ബിസിനസ് ഇഫ് അറ്റ് ഓൾ യു ആസ്ക് മീ. ബട്ട് ദെൻ യു ഹാവ് ടു പ്ലാൻ ഇൻ അഡ്വാൻസ് എവറിത്തിങ്. സോ 2008 ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ വാട്ട് ഇസ് ഗോട്ട് കേസ്, നമ്മൾ കടവന്ത്രയിൽ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് 1.5 ഏക്കേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ഈ 4 ഏക്കർ 2.5 ഏക്കർ ഒരു 1.5 ഏക്കർ ഓപ്പോസിറ്റ്. അത് അതിൻ്റെ നമുക്ക് റോഡ് GCD പറഞ്ഞ് നമുക്ക് റോഡ് വേണം. അപ്പോൾ ഞങ്ങൾ ഇതിന് നടുക്കൂടി ഞങ്ങളെ ഇതിലും കൂടി റോഡ് ഓക്കെ വി ഗേവ് ഇറ്റ്, റോഡ് ഫ്രീ ആയിട്ട് കൊടുത്തു. ദോസ് ഡേ വി GCD പറഞ്ഞു റോഡ് ഉണ്ടാക്കാൻ കാശും വേണം, അന്ന് കാശില്ല, ഞങ്ങൾ 10 ലക്ഷം കൊടുത്തു. സോ ഓക്കെ, നോ ഇഷ്യൂ. അപ്പോൾ മറ്റേ സൈഡിലോട് 1.5 ഏക്കേഴ്സ് ഉണ്ടായി. സോ ദാറ്റ് വാസ് where we plan for another 2 blocks, 2 ബ്ലോക്ക് അവിടെ 150 യൂണിറ്റ് വരേണ്ടിയായിരുന്നു. Then we took immediate decision, we took a decision. Okay, instead of going for 2 blocks of apartment, go for villas there. അതുപോലെ ഞങ്ങൾ വില്ല കൺവേർട്ട് ചെയ്തു. അപ്പോൾ വില്ല ആയതുകൊണ്ട് നാച്ചുറൽ ദിവസം ഡിമാൻഡ് ഫോർ വില്ല. സ്വന്തം ലാൻഡൊക്കെ 1.5 ഏക്കർ ഞങ്ങൾ വില്ല പെട്ടെന്ന് കാശും കിട്ടി. So that was a turning point where we could make. So instead of going for 2 more apartment where we could have got more profit much better. 150 യൂണിറ്റ് അല്ലേ, അതിൻ്റെ പ്രോഫിറ്റ് ഈസ് മച്ച് മോർ ദാൻ 10, 15, 20 വില്ല എന്നൊക്കെ കാശ് കിട്ടണം നാച്ചുറൽ. ബട്ട് വി തോട്ട് നോ, വി വാണ്ട് ഫണ്ട് വേണം, ഇത് തീർക്കാൻ കാശ് വേണം. സോ വി ടു എ ഡിസിഷൻ ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ വില്ല പ്രോജക്ട്. അത് പെട്ടെന്ന് പോയി, കാരണം എല്ലാവർക്കും അത് പേടിയില്ല, എനിക്ക് എൻ്റെ ലാൻഡ് വിറ്റ് കാശ് വീട് കിട്ടും. So that was one thing what we did. Turning point. That is one thing. Then number 2, if you ask me, then okay, that was 20 years ago. I took over the company. I like some 2 other partners. They retired for a company. That was in 2006. Almost 20 years now. It's a long. I mean, it's just like yesterday. CMD ആണ്. Wow. Just last 36 years. I mean there. So that is the time. Like okay, fine, yeah, and. Then that time, of course, naturally, we had a lot of projects going. 41 projects going. 41 projects in Kerala. We had bought. So I had to complete and give it back. As I said earlier, funding is required. And luckily for us, we could somehow get through that. And 2008, we delivered 22 projects, 2 million square feet. That was the best achievement. If you ask me, that's one of the turning point in our because that give us the strength in the market. Also, people got 200% trust in us. But look, Skyline, they'll deliver. ദൈവം സംബരാനാണ് കേട്ടോ, നമ്മളല്ല കളിക്കുന്നത്. കളിയും ദൈവം തമ്മിലാണ് കളി, നമ്മളും കളിച്ചുകൊണ്ടിരിക്കാന്നുള്ളൂ. നാട്ടുകാർക്ക് ഒരു വിശ്വാസമാണ് സ്കൈലൈൻ ആകുമ്പോൾ കാശ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സ് സ്കൈലൈൻ പറയും, എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുമ്പോൾ നമ്മളെ ക്ലയൻസ് കാശ് കുറച്ച് കൂടിയാലും സ്കൈലൈൻ കാശ് അവിടെ വെച്ചാൽ മതി. തമാശയാണെങ്കിൽ അപ്പൊ ഞാൻ ചിരിക്കും. ഞാൻ പറയാം കാശ് കൂടാതെ യെസ് ഗോട്ട് ഗീവ് സംതിങ് ബെറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 169 പ്രൊജക്ട്, 8500 കസ്റ്റമേഴ്സ്, ഏകദേശം 2 കോടിയോളം സ്ക്വയർ ഫീറ്റ് ഡെലിവേർഡ്. ഏറ്റവും പ്രൗഡസ്റ്റ് അച്ചീവ്മെന്റ് ഇതിലേതാ? നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ കുഞ്ഞുങ്ങളും ഒന്നല്ലേ. 12 പിള്ളേരുണ്ടെങ്കിൽ 12 ഫോർ അമ്മക്ക് ഫോർ ദി ലേഡീസ് ഒരു മദർ ഓൾ ആർ സെയിം. യു കാൻ സേ ദാറ്റ് ഷീ ഈസ് ബെറ്റർ, ഹൂ ഈസ് ബെറ്റർ, എല്ലാം ബെറ്റർ. നല്ല ആൻസർ ആയിരുന്നു. because you take care of the clients. That way if you look at it, എൻ്റെ എല്ലാ ക്ലയൻസും ഉണ്ട്, വി ടേക്ക് കെയർ ഓഫ് ദം ഡേ 1. ഇപ്പം ഇതാണെങ്കിൽ 1 വാങ്ങിച്ചു 2 വാങ്ങി പോകുന്നത്. ചെറിയ അപ്പാർട്ട്മെന്റ് വാങ്ങിച്ച ആൾക്കാരുണ്ട്. 3 lakh rupees. Which Calicut we gave an apartment worth around 3 to 4 lakh rupees. And still they are our clients, they come back to us. And we take care of them. എന്നെ കാണാൻ വരും. So that is the joy you have, because അതിന് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. So we take care of them. It's all are equal. Nobody is more than equal. If you ask me, that's it. അപ്പോ ഈ അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവണം. ആ ചാലഞ്ചസ് ഇപ്പൊ നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. അതിൽ നിന്നും ഇപ്പൊ വാട്ട് എക്സൈറ്റ്സ് യു? എന്തായിരിക്കും ഫ്യൂച്ചറിലേക്ക് ഒരു എക്സൈറ്റ്മെന്റ്? അത് കൺസേൺ ആണോ അതോ അതൊരു എക്സൈറ്റ്മെന്റ് ആണോ? See what has happened to start how we started basically like നമ്മൾ ആദ്യം ഞങ്ങൾ when we started it was a trading company ആയിരുന്നു. Trading 1918 we started, 80-81 started. Then 89 of course we come to a stage where we thought that no, nothing is happening. കേരളത്തിൽ കാര്യമായിട്ട് ആ ഇൻഡസ്ട്രി ഒന്നുമില്ല. കാര്യമായിട്ട് ഒരു അന്ന് ഐ ടി ഒന്നുമില്ല. നത്തിങ് വാസ് ദേർ. കേരളത്തിൽ നോക്കാൻ എല്ലാവരും പുറത്ത് ജോലി ചെയ്തുകൊണ്ട് എല്ലാവരും പുറത്താണ് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും പറയും, എപ്പോഴും 70s ഐ എം ഷുവർ യു ചെക്കപ്പ്
നിങ്ങളിപ്പോൾ പാരൻസ് നോക്കുകയാണെങ്കിൽ അതെ. ദി ഓൾ വെന്റ് ഔട്ട്. എല്ലാവരും പണ്ട് 50-ലൊക്കെ 50-60-ലൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എഞ്ചിനീയേഴ്സൊക്കെ പറഞ്ഞു ജോലിയില്ല ഇവിടെ, അതെ. ജോലി. എന്നിട്ട് അവർ പോയിക്കൊണ്ടിരുന്നത് ബീലായിലൊക്കെയാണ്, അതാണ്. അല്ലെ സ്റ്റീൽ പ്ലാന്റിലൊക്കെ. സ്ട്രീറ്റ് പ്ലാന്റിൽ, അതെ. എല്ലാ സ്റ്റീൽ പ്ലാന്റ് ഒത്തിരി മലയാളീസ് ഉണ്ട്. പിന്നെ ബോംബെയിൽ ഞാൻ ബോംബെയിൽ ഒരു ആർമമെന്റ് ഫാക്ടറി ഇപ്പോൾ അവിടെ ഉണ്ട് മലയാളി ഒത്തിരി. അവരല്ല സാർ ഞങ്ങൾ പണ്ട് ഒന്നാണ്. അപ്പോൾ നാട്ടിൽ ജോലിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ലൈറ്റ് 70s നമ്മൾ എക്സോഡസ് സ്റ്റാർട്ട് ടു പീപ്പിൾ സ്റ്റാർട്ട് ഗോയിങ് ടു US ആണ്. പിന്നെ US, പിന്നെ തുടങ്ങി, പിന്നെ യൂറോപ്പ്, പിന്നെ ലേറ്റ്ലി GCC. അപ്പം ഞങ്ങൾ ഈ 18 തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് വണ്ടറിങ് വാട്ട് ടു ഡു നെക്സ്റ്റ്. കാരണം ഗ്രോത്ത് ഇല്ല ഇവിടെ ഇരുന്നാൽ, ഗ്രോത്ത് ഇല്ല. ഞങ്ങൾ MBA ഒക്കെ പഠിച്ച് 78-ൽ MBA ഒക്കെ പഠിച്ച് കുസാറ്റിൽ 4th ബാച്ചാണ്, 78 ബാച്ചാണ്, 4th ബാച്ച്. അപ്പോൾ അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് അവിടെ തന്നെ അമേരിക്കൻ കമ്പനി എല്ലാം ബുക്ക് എല്ലാം അമേരിക്കൻ കമ്പനി, എല്ലാ കേസ് സ്റ്റഡീസ് അമേരിക്കൻ കമ്പനി. അപ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന വായിക്കുന്നൊക്കെ അവിടെ മാനുഫാക്ചർ, അത് നമ്മൾ എയർ കണ്ടീഷൻ കാറിൽ പോകുന്നു, എയർ കണ്ടീഷൻ ഓഫീസ്, തിരിയുന്ന കസാരയൊക്കെയാണ്. ഇവിടെ നോക്കിയപ്പോൾ ഒന്നും ആവുന്നില്ല. നത്തിങ് വാസ് ഹാപ്പണിങ് ആൻഡ് വോളിയം ഈസ് നോട്ട് ഹാപ്പണിങ്. സോ ഇനി ദോസ് ഡേയ്സ് നത്തിങ് വാസ് ദേർ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എക്സെപ്റ്റ് 2-3 ബിസിനസ് ലൈക്ക് വൺ ഈസ് സ്വർണ്ണക്കട, പിന്നെ ജോളിക്കട, ഇത് രണ്ടായിരുന്നു. പിന്നെ കള്ള് കച്ചവടം, ഈ മൂന്നെല്ലാണ് കേരളത്തിൽ അന്നൊന്നുമില്ല. വെറൈറ്റി ദോസ് ഡേയ്സ്, എസ്പെഷ്യലി ദോസ് ഡേയ്സ്. അതാണ് മെയിൻ കാര്യം. അപ്പം നമുക്ക് അതിനകത്തുള്ള ഓപ്പില്ല. സ്വർണ്ണം നമുക്ക് ഒത്തിരി കാശ് വേണമെന്ന്. ഷോട്ട് പുട്ട് ലോട്ട് ഓഫ് മണി ടു സ്റ്റാർട്ട് ജ്വല്ലറി ബിസിനസ്. സെയിം തിങ് വിത്ത് അന്നത്തെ ജോളിക്കട എന്ന് പറഞ്ഞാൽ വലിയ വലിയ എസ്റ്റാബ്ലിഷ് ബ്രാഞ്ച് ഉണ്ട്. അവരുടെ അടുത്ത് ഏറ്റവും മുട്ടാൻ പറ്റും. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റും. ഇന്ന് കോട്ടയം ബോട്ടിക്ക് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ചെറിയ ബോട്ടിക്കായിട്ട് ചെറിയ കൊച്ചു കാരണം കഴിയാം, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ദോസ് ഡേയ്സ് ഇമ്പോസിബിൾ. അപ്പോഴും ഞങ്ങളിങ്ങനെ ആലോചിച്ചു വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോഴും ഞങ്ങൾ ആലോചിച്ച ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ നടത്തിയപ്പോൾ then we found there is a opportunity. Housing for the NRIs. Basic for NRIs. അന്ന് ഗൾഫിൽ എല്ലാവരും പോയിരിക്കുന്നില്ല. ഗൾഫിൽ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും സ്വപ്നം എന്താണ്? എല്ലാവരും പോകുമ്പോൾ എന്താ പറയല്ലേ, എനിക്കൊരു കൊച്ചു വീടുണ്ടാക്കും. ഞാൻ പോകുന്നത്, ഞാൻ 5 വർഷം അതിൽ കൂടെ നിൽക്കില്ല. അത് വേറെ കാര്യം, അതേ രസം. 5 വർഷം കൊണ്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വീട് വെക്കാനുള്ള കാശ് ഞാൻ തിരിച്ചു വരും. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ബാക്ക് ദർ. നോ നത്തിങ് ഡൂയിങ്, ഐ വോണ്ട് സ്റ്റേ ബാക്ക്. അതൊക്കെ പോട്ടെ, ചുരുക്കം പറയാം. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ദിവസം ഓപ്പർച്യൂണിറ്റി ഇൻ ദ സെൻസ് ലൈക്ക് അവരൊക്കെ വീട് വെക്കാൻ തുടങ്ങി. വെറുതെ നോക്കാൻ ആളില്ല. ഇവിടെ നോക്കാൻ വീട് വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി അല്ലല്ലോ. സ്ഥലം വാങ്ങി ഡിസൈൻ ചെയ്ത് ആളെ നോക്കി പണിതെടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയ മെയിൻലി ഒരു പ്രോസസ്സായിരുന്നു. പീപ്പിൾ ആർ ഫൈൻഡിങ് വെരി വെരി ഡിഫിക്കൽട്ട്. അത് ആരെ ഏൽപ്പിച്ചാൽ പിന്നെ പറയും വേണ്ട. ഞാൻ പണ്ട് ഒരു സിനിമ, ഞാൻ എപ്പോൾ തമാശ പറയും, ഇതിനകത്ത് വിടുന്ന ഒരു സിനിമ ഉണ്ട്. അതിൽ കാശ് ഇങ്ങനെ പാവം ഇങ്ങനെ ഗൾഫിൽ കാശ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും അളിയനോ അച്ഛനോ അമ്മാച്ചനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ട്. ഒരിക്കലും തീരുമില്ല. പോയി ഓരോ കൊല്ലം തിരിച്ചു വരുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കുന്നു, പിന്നെയും കാശ് വേണം. അപ്പം ഞങ്ങൾ ആലോചിച്ചു ദർ ഈസ് ഒരു ഓപ്പർച്യൂണിറ്റീസ് ദേ. അവർക്ക് നല്ലൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബിൽഡർ, നല്ലൊരു ക്വാളിറ്റി ബിൽഡർ ഉണ്ടാവണമെങ്കിൽ പിന്നെ അവർക്ക് ദിൽ ബി നമുക്കൊരു ചാൻസ് കാണും അവിടെ. അങ്ങനെ വി സ്റ്റാർട്ടഡ് our Skyline Builders. We started, and to start we won't believe it, our clientele used to be 98% NRIs. 98% for so many years. ഒത്തിരി വർഷം 98%, പിന്നെ 90, 95, 90, 90, 80. ഇപ്പോൾ if you ask me 50 or 60, maybe around 55, 45, even 55 NRIs ആണ്. ആൻഡ് ലോക്കൽസ് ഓഫ് കോഴ്സ് സ്റ്റാർട്ടഡ് ബിക്കോസ് അപ്പോഴേക്ക് ഇവിടെ കുറേ ജോലിയൊക്കെ വന്നു, ഇൻഡസ്ട്രീസ് വന്നു, ഐ ടിയിലും വന്നു. ഐ ടി ഇപ്പോഴേ വരുന്നുള്ളൂ, ഐ ടി വന്നു. ബട്ട് ജനറലി നൗ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സെനാരിയോ നൗ. തിങ്സ് ആർ ഗോയിങ് ടു ബി അതർ വേ അറൗണ്ട്. ഐ ടി ബിഗ് ബൂമിനെയും ദാറ്റ്സ് വിൽ കം ബാക്ക് ടു അഗെയിൻ. IT, we have been expecting the IT to come. 2000 IT വന്നു, ബാംഗ്ലൂർ വന്നു, അറിയാലോ ഒരു വേറെ ലെവലിൽ പോയി. ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദും ചെന്നൈ, ഈവൻ ഡൽഹി വാസ് എ സ്ലീപ്പി സിറ്റി, ഹൈദരാബാദ് സ്ലീപ്പി സിറ്റി. അതൊക്കെ മാറി, എല്ലാം മാറി. പക്ഷേ കേരളം മാത്രം മാറിയില്ല. കാരണം വി ഡിഡ്ന്റ് ഹാവ് IT വന്നില്ല, വിചാരിച്ച വേഗത്തിൽ വന്നില്ല. നൗ ഗവൺമെൻറ് ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് എഫേർട്സ്. അതെ, ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പം ആക്ടിവിറ്റീസ് അതെ. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ദെയർസ് നോ ലാൻഡ് നൗ. ഇപ്പം IT ഇതൊക്കെ ഫുള്ളായി, ഇവിടെ തീർന്നു. അവിടെ ട്രിവാൻഡ്രത്തും നല്ല ഓൾമോസ്റ്റ് ഇസ് ഫുൾ നൗ. Now they are looking for new opportunities. But that things are going to happen. Kerala now, I think it's an opportunity is there. Correct. ഒരു പ്രൊജക്റ്റ് ഓണാക്കുമ്പോൾ 5 സിഗ്നൽസ് ഉണ്ടാവും. ജസ്റ്റ് ടു ഗിവ് ദാറ്റ് ഒരു സ്ക്രൂട്ടനൈസിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു 5 സിഗ്നൽസ് ടു ഓക്കെ ഫൈൻ ദിസ് ഇസ് ഓൺ എന്ന് പറയാനായിട്ട്. റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും പറയാൻ ഇറ്റ്സ് എ ലൊക്കേഷൻ, ലൊക്കേഷൻ, ലൊക്കേഷൻ ആൻഡ് ലൊക്കേഷൻ.
foremost thing is location. Suppose in your case, you're born and brought up in certain some area, you like to be somewhere nearby. Correct. That's right. ഇത് എവിടെയാണെങ്കിലും ഇപ്പം എക്സെപ്റ്റ് മേ ബി ദ IT ഫീൽഡിൽ ഓക്കെ ഇറ്റ്സ് ഡിഫറെൻറ്റ് വീടിന് അതെ ട്രാഫിക് ഡിഫറെൻറ്റ് ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടുന്ന് ഇപ്പം കേരളത്തിൽ കൊച്ചിയിൽ ഒരാളിപ്പം ബാംഗ്ലൂരിൽ പോയാൽ എവിടെയും സെയിം ആണ്. ഡസ് ഇറ്റ് മേക്ക് മച്ച് ഓഫ് ഡിഫറൻസ്? വർക്കിൻ്റെ പ്ലേസ് എവിടെ തൊട്ടടുത്താണ് നമുക്ക് താമസം. ദാറ്റ്സ് വാട്ട് കൺവീനിയൻസ് ആണ്. ഇവിടെ അങ്ങനെയല്ല. കേരളത്തിൽ സംഭവിച്ചാണ് ഇറ്റ്സ് എ സ്മോൾ സിറ്റി ആണെങ്കിൽ ദേ ഹാവ് എ പെർട്ടിക്കുലർ ഒരു പ്രിഫേർഡ് ലൊക്കേഷൻ ഉണ്ടാവും. ആൻഡ് വി ഓൾവേസ് ലുക്ക് അറ്റ് ദാറ്റ് ഫസ്റ്റ്. എവിടെയാണ് നല്ല ലൊക്കേഷൻ ഏതാണ് പ്രിഫേർഡ് ലൊക്കേഷൻ? ടു സ്റ്റാർട്ട് വിത്ത് വി സ്റ്റാർട്ട് അറ്റ് ഗാന്ധിനഗറിൽ ഞങ്ങൾ ആദ്യം തുടങ്ങി. ദാറ്റ് വാസ് എ ജനറലി ഗാന്ധിനഗർ ദാറ്റ് ഏരിയ വാസ് ഓക്കെ മിഡ് സെഗ്മെന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് ഞങ്ങൾ പനമ്പള്ളിയാണ്. ദാറ്റ് ദോസ് ഡേയ്സ് പനമ്പള്ളി വാസ് ഇൻ പ്ലേസ്. കൊച്ചിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് location makes you one. So that was the first thing you look at because that's what people want to live there. That was a simple thing. വേറെ ഒന്നല്ല, എല്ലാവർക്കും വേണം നല്ല ലൊക്കേഷൻ പോയി താമസിക്കണം. ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വേണമല്ലോ. That is number. Number two is that then we look at it like what exactly, who is the client? നമ്മൾ ക്ലയൻറ്റിൽ അറിയാൻ ചുമ്മാ വല്ലതും പണിത് കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ വിറ്റുമില്ല, കാറൊന്നും വിറ്റുമില്ല. എവറിബഡി ഹാസ് ഒരു നമ്മളത് ആലോചിക്കുക ഏത് ക്ലയൻറ്റാണ്, ഹൂ ഇസ് യുവർ ക്ലയൻറ്റ്, അതനുസരിച്ചുള്ള നമ്മൾ ഡിസൈൻ ചെയ്യണം. എന്നാൽ ചുമ്മാ ക്ലയൻറ്റിൽ നമ്മൾ അത് വിൽ ടേക്ക് എ കോൾ ടു ഹൂം വി ആർ ഗോയിങ് ടു ബിൽഡ്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. NRI ആണെങ്കിൽ വാട്ട് NRI ഫൈൻ, ഓക്കെ NRI അല്ലെ ലോക്കല് ആരാണ് വാങ്ങിക്കുന്നത്? പെനമളിയറാണ് പെണ്ണുങ്ങൾ ഹൂ വിൽ ഗോയിങ് ടു ബൈ. ദാറ്റ് ഈസ് വൺ തിങ് വി ഗോട്ട് ടു ടേക്ക് എ കോൾ ആണ്. അല്ലാണ്ട് ചുമ്മാ ജനറലായിട്ട് എന്തെങ്കിലും പോയി പണിത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് താമസിക്കുന്നു പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ. അത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞേ, സീനിയർ ലിവിങ്ങിനെ കുറിച്ച് ഇതുവരെയ്ക്കും ഞാൻ സ്കൈലൈൻ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതെന്താ സീനിയർ ലിവിങ്? ദാറ്റ് ഈസ് ദി അതാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നിങ്ങളെന്താ പറയുക നമ്മളോട് ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ലല്ല, എല്ലാവർക്കും വേണ്ട സിവിൽ എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്മളെന്താ പറയാ വടിക്കോളൻ മലയാളം നമ്മൾ പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു പെട്ടെന്ന് എല്ലാവർക്കും ആവേശമാണ്. എന്താണ് നിങ്ങൾ തുടങ്ങാത്ത സീൻ അസീസ്, എന്താ നിങ്ങൾ തുടങ്ങാത്ത? ഇൻ മൈ ക്ലയൻസ് ആർ ആസ്കിങ് മീ, ക്ലയൻസ് അറൗണ്ട് 50+ ആൾക്കാരൊക്കെ എന്ന് പറയും അസീസ് യു വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ്. അപ്പം എന്താ അല്ല നിങ്ങൾ പറയണം കേട്ടോ, ഞങ്ങൾക്കൊന്ന് വേണം, ഞാനതേ ഞങ്ങൾക്ക് വയസ്സാകുമ്പോൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇഫ് യു ആസ്ക് മീ ഇഫ് ഇറ്റ് ഓൾ ഐ സ്റ്റാർട്ട് നൗ ഐ ക്യാൻ ഗെറ്റ് മിനിമം ഒരു 500 people ഈസിലി ഐ ക്യാൻ ഗെറ്റ് റൈറ്റ് നൗ. ലാൻഡും ഉണ്ട് എൻ്റെ കയ്യിൽ, ബ്യൂട്ടിഫുൾ അവിടെ മറ്റേ പെരിയാറിൻ്റെ അടുത്ത് നല്ല ലാൻഡും ഉണ്ട്. ഫണ്ടാസ്റ്റിക്, ഐ കുഡ് മേക്ക് എ ഫണ്ടാസ്റ്റിക് പ്രോജക്റ്റ്, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ആൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ബട്ട് ദെൻ മൈ ഫിലോസഫി ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. In fact, you won't believe me, last couple of months ago, one of my close friend, and is a ISB, one of the professor, he is a management, old management guy. He called me, frantically calling me 2 months ago, 2 or 3 months ago. And now, what has happened? Now, I just thought, yesterday I was just wondering, I thought to that I thought of, I want to discuss with you. I want to start senior living. ഞാൻ പറഞ്ഞു ഓൾഡ് ഏജ് ആണോ? ഓൾഡ് ഏജ് ഹോം അല്ലേ നിങ്ങൾ പറഞ്ഞു? അല്ല, അതിൻ്റെ പോളിസ്റ്റ് വേറെ ആണല്ലോ, സീനിയർ ലിവിങ്. അൾട്ടിമേറ്റ്ലി ഇത് വയസ്സന്മാരെ കേന്ദ്രം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ആണ്. എനിക്ക് പഴയ സിനിമയുണ്ട് തിങ്കളാഴ്ച നല്ല ദിവസം, അതില് പത്മരാജന്റെ സിനിമയാണ്. അതിൽ കവിയൂർ പൊന്നമ്മയെ മക്കൾ കൊണ്ടാക്കുന്നുണ്ട് ഓൾഡ് ഏജ് ഹോമില്. അപ്പൊ അതുമാതിരി മൈ ഫിലോസഫി is totally different. I said nothing to, I will never start a living because I always feel that ഇന്ന് മക്കളാണ് പാരൻസിനെ നോക്കേണ്ടത്. പാരൻസിനെ നമ്മൾ നാളെ ഇന്ന് മക്കൾ നാളെ അവരും പാരന്റ് ആവും, അവർ നാളെ വയ്യാകുമ്പോൾ somebody has to take it. Children has to take and that is their job. I mean, എല്ലാവർക്കും ഓരോരോ ജോലി എന്ന കാര്യം ദൈവം തന്നിട്ടുണ്ട്, നമുക്ക് we have to take care and see that's okay. That is one way of looking at it. See, major issue എന്താണെന്നറിയോ, and people don't understand right now. You won't believe it. See, ഇതെല്ലാവരും കാണുന്നത് എവിടെയാണ്? അമേരിക്കയിൽ. അമേരിക്കയിൽ സീനിയർ ലിവിങ് കാണുന്ന എല്ലാവരും അവിടെ കൊണ്ടുവരുത്താൻ വായിക്കാൻ നല്ല സുഖമാണ് അവിടെ ഉണ്ട്. സോ അമേരിക്കയിൽ ഐ എം ടെല്ലിങ് യൂറോപ്പിൽ ഐ ഹാവ് സീൻ ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ഗോൺ ഓൾ ഓവർ ദി വേൾഡ് ബിക്കോസ് നമ്മൾ വിൽക്കാൻ പോയതാണ് കേട്ടോ. ഞാൻ എവിടെ മലയാളി ഉണ്ട് അവിടെ ഞാൻ പോകാൻ പോയിട്ടുണ്ട്. 66 കൺട്രിയിൽ നിന്ന് മലയാളീസ് ഉണ്ട്. ഐ ഹാവ് വിസിറ്റഡ് ഓൾ ഓവർ ദി വേൾഡ് വേർ മലയാളീസ് ആതെ. നമ്മൾ ആരാണ് ഹൂ വിൽ ബൈ ഇൻ കേരള? ഓൺലി മല്ലൂസ് ബൈ. മല്ലൂസ് അല്ല ഇവിടെ വാങ്ങിക്കുള്ളൂ. That's they had no choice but to go all over. That's I'll come back to again. So what I'm coming back is like അവിടെയൊക്കെ എന്താണ്, അപ്പോൾ എല്ലാവർക്കും അവിടെ അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയും അത് വേണ്ടി സ്റ്റാർട്ട് അത് നിങ്ങൾ അവിടെ അമ്മച്ചിയുണ്ട് അപ്പച്ചിയുണ്ട് അമ്മച്ചിയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്.
So I think if you start something, you have to be comfortable. You'll take care. We know that you take care of your clients. ഞാൻ പറഞ്ഞു അതിൻ്റെ ഇഷ്യൂ. I asked him one question. ഇത് എൻ്റെ ഫ്രണ്ട് ചോദിച്ചായിരുന്നു മാനേജ്മെൻറ്റ് കൺസൾട്ട്. ഹി വാസ് വെരി സീനിയർ. I asked him one question. യൂറോപ്പിൽ, അമേരിക്കയിൽ, മോസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ കൺട്രി ദേ ഹാവ് ഈ പെൻഷനുണ്ട്, ഹെൽത്ത് കെയർ ആൻഡ് പെൻഷനുണ്ട്. നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ ജീവിക്കാനുള്ള വകുപ്പുണ്ട്. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെൻഷൻ ഹെൽത്ത് കെയർ അവിടെ കൊണ്ടുവന്ന് അവർ കൊണ്ടുപോയിക്കോളും. നത്തിൻ്റെ പറയും. അത് തമാശയോടെ പറയും. ഞാൻ അന്ന് യൂറോപ്പിൽ പോയപ്പോൾ പറഞ്ഞ അസീസ് ഇങ്ങനെ മോസ്റ്റ് ഓഫ് ദി ലേഡീസ് അവരും ഈ പറയുന്ന ലീവിൻ്റെ ആൾക്കാരെ നോക്കുന്ന ജോലിയുണ്ട്. അപ്പോൾ അവിടെ നല്ല രസം. അവിടെ പറഞ്ഞ വയസ്സായാലും ആദ്യം ഒരു സീനിയർ ലീവിൽ കൊണ്ട് യു ക്യാൻ ചൂസ്. അപ്പോൾ എല്ലാ 2 bedroom ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി നടക്കാൻ പറ്റാഞ്ഞ ഒരു 1 bedroom. പിന്നെ അടുത്തതിന് ഒരു ഹോസ്പിറ്റൽ. അതിൽ കഴിഞ്ഞാൽ നടക്കാമല്ലോ, ആ കെയർ. അത് കഴിഞ്ഞാൽ അടുത്തതിന് സെമിത്തേരി ഉണ്ട്. ദാറ്റ് ഈസ് എ പ്രോഗ്രഷൻ. അങ്ങനെയാണ് തമാശ. അപ്പോൾ തമാശ ആണെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നോ ഇഷ്യൂ, ഗവൺമെൻറ് ടേക്ക് കെയർ ഓഫ് യു. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ ചോദിച്ചു ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ. ഓക്കെ ഇപ്പോൾ എല്ലാവരും കാശ് ഞാൻ പറയാൻ ഓക്കെ ഞാൻ കാശ് കൊടുക്കാം. 55 വയസ്സ് 60. എല്ലാവർക്കും രസമാണ്. 55 എല്ലാവരും ഉണ്ടാവും. തമാശയിലെ ഫ്രണ്ട്സിലും ഉണ്ടാവും. അല്ലെ ഫ്രണ്ട്സില്ല ഞാൻ പറയുന്നില്ല. 65, 70, 75 കഴിഞ്ഞാലേ യു നീഡ് അസിസ്റ്റഡ് ലിവിങ്. ഹൂ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു? ആൻഡ് ബൈ ദ ടൈം യു മേ നോട്ട് ഹാവ് യുവർ ഓൺ മണി. കാശൊക്കെ തീർന്നുണ്ടാവും. നമ്മൾ വിചാരിക്കുക എന്താണ്, നമുക്കൊരു ഫ്ലാറ്റിന് 1 bedroom കാശ് കൊടുത്തു, പിന്നെ ബാങ്കിലുണ്ടാവും ഒരു 10, 5, 10, 15 ലക്ഷം രൂപ ഉണ്ടാവും. വി തിങ്ക് ദാറ്റ്സ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ us to take care of us for the rest of our life. No, it's not. അത് ഓരോ മാസം 10-15,000 രൂപ കൊടുക്കാം. ഓക്കെ, ബാങ്കിലിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിച്ച് പോകുന്നതായിരിക്കും. സപ്പോസ് സംതിങ് ഹാപ്പൻസ് ടു യു, എന്തെങ്കിലും ക്രോണിക് ആയിട്ട് എന്തെങ്കിലും ഡിസീസ് വന്ന ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ്? ആ ഡയാലിസിസ് വേണം. ഹൂ ഈസ് ടു ടേക്ക് കെയർ ഓഫ് യു? ആ ഈ പറയുന്ന സീനിയർ ലിവിൻ്റെ ഓണർ അവരൊന്നും ദേ കാൻ ടേക്ക് കെയർ ഓഫ് യു. മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൂ ഈസ് ഗോയിങ് ടു പുട്ട് യുവർ ബിൽ? അതെ, കാശ് കൊടുക്കണ്ടേ? മക്കൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഓക്കെ അമേരിക്കയിൽ ഉണ്ടാക്കി നോക്കാണ്ടിരിക്കാം, അല്ലെങ്കിൽ US-ലോ അല്ലെങ്കിൽ ഗൾഫിലോ നോക്കൂല ഞാൻ പറയുന്നത്, നോക്കാം. ബട്ട് മേ ബി ദർ കുഡ് ബി ഒരു 20-30% ആൾക്കാർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക്? ഇറ്റ്സ് എ ബേസിക്കലി ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഇത് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. യു കാൻ ജസ്റ്റ് ഡു ഓപ്പൺ അപ്പ് ആൻഡ് ഓക്കെ ഇത് ഞാൻ ഇറങ്ങി പോകാൻ നമ്മൾ അതിന് പറ്റില്ല. അപ്പാർട്ട്മെന്റ് ഞാൻ വന്നു, നിന്ന് ഇതാ ചാവി തന്നു, ഓക്കെ വി ടേക്ക് കെയർ ഓഫ് യു, പിന്നെ സർവീസും കാര്യം കൊടുത്താൽ മതി, ഓക്കെ വി ആർ ഔട്ട് ഓഫ് ഇറ്റ്. സീനിയർ ലിവിനൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണത്. ഇപ്പം എന്തെങ്കിലും അസുഖം വന്നു 10 ആൾ എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ കൊണ്ടാണ് ഒരു ബൈപ്പാസ് സർജറി വേണം, അല്ലെങ്കിൽ മുട്ടുപാറ്റി വെക്കണം, ഒരു 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം വേണം. സപ്പോസ് ഐ ഡോണ്ട് ഹാവ് മണി, ദെൻ ഹൂ ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്? എന്ത് ചെയ്യും? ഇപ്പം ആൾക്കാർ അതിനകത്ത് ആയിട്ടില്ല. കാര്യം എല്ലാം 55-60 ഇങ്ങനെ ഇരിക്കാൻ 65 ആയിട്ട് 75 കയറിയിട്ടില്ല. 75 കയറി കഴിയുമ്പോൾ അറിയാം ഇവരെന്താ ചെയ്യുക. ഐ ഡോണ്ട് നോ, ടു ബി ഫ്രാങ്ക് വിത്ത് യു. ഐ സെഡ് നൗ നത്തിങ് ഡൂയിങ്. ദാറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഇഷ്യൂ. ഓക്കെ, നമ്മളെ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ മാതിരി മറ്റേ നമ്മളെ പേഴ്സണലി ഐ ഡോണ്ട് വാണ്ട് ബിക്കോസ് ഓഫ് ദിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേർ നോക്കണം എന്നുള്ള നമ്മളെ ഫിലോസഫി ഇസ് ദാറ്റ്. നമ്പർ 2 ഇസ് മോർ ദാൻ ദാറ്റ്. ഈ പ്രാക്ടിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഇറ്റ്സ് ഗോയിങ് ടു ഫിലോസഫി എന്ന് പറഞ്ഞപ്പോഴാണ്. അതായത് സ്കൈലൈൻ ഇത്രയും കാലമായി ഒരുപാട് അവാർഡുകളും ഭയങ്കര മൈൽ സ്റ്റോൺസും ഉണ്ടെങ്കിലും അതിനെപ്പറ്റി അധികം അങ്ങോട്ട് പുറത്തേക്ക് അങ്ങനെ ബോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഒരു ഹ്യൂമിലിറ്റി ബേസ്ഡ് ഫിലോസഫിയാണോ സ്കൈലൈൻ ഉള്ളത്? And I don't want to elaborate more than that. Generally what has happened is വെറുതെ ആവശ്യമില്ലാണ് ഇങ്ങനെ വാലക്കേണ്ട ആവശ്യമില്ലാണ്. That's what I personally think. So people try to sort of be shout on ചെയ്യും. ചിലവർ ഷൗട്ട് ചെയ്യണം. ഷൗട്ട് ചെയ്യാണ്ട് മിണ്ടാണ്ടിരുന്ന സൈലന്റ് ഇസ് ഓൾസോ എ വേ ഓഫ് golden. Silence is golden. Gold എന്ന് പറഞ്ഞ മാതിരി we do that most time. We do that. We never generally we don't talk too much about it because see business, basically trust, as I said, trust is number 1. Number 2 is that word of mouth also it is there to a certain extent because if you like it and you go through it and they come back to us. And most of the cases what has happened is people do come back to us. But ഞങ്ങൾ ദുബായിൽ we just started with Dubai. A lot of people are coming saying, I was shocked. And kids see why, and you may ask me why you start Dubai, Bangalore and Hyderabad. I got 3,500 clients for UAE alone. So they used to ask, Mr. Aziz, why don't you start something? ഞങ്ങൾക്ക് ഇനിയിപ്പം ഇവിടെ ദുബായിൽ വാങ്ങിച്ചാക്കും. ബിക്കോസ് ഞങ്ങൾ വി ആർ ഗോയിങ് ടു ബി ദ റെന്റൽ ഈസ് സോ ഹൈ. ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വായിച്ചിട്ടുണ്ട്, തൽക്കാലം റെന്റൽ സേവ് ചെയ്യാൻ പറ്റും. ദെൻ വൺ വി റിട്ടയർ ക്യാൻ സെൽ ഓഫ് ആൻഡ് കം ബാക്ക് ഹോം എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് വാസ് ദ റീസൺ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് they know Skyline. Most of the Malayali, anyway, Malayali, that was so happy because
ദുബായിൽ when we started, ഞങ്ങൾ വാങ്ങിച്ചു ദുബായിൽ നിന്ന് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്, മലയാളീസും വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് നോട്ട് ഓഫ് മോസ്റ്റ്ലി നോൺ ക്ലയൻസ് ആണ്. എൻ്റെ ക്ലയൻസും വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ക്ലയൻസ് എല്ലാവരും ഒരുപാട് മലയാളീസ് വാങ്ങിച്ചു. ഐ വാസ് വെരി സർപ്രൈസ്. ദിവസം എല്ലാം ഞങ്ങൾ കേട്ടു സ്കൈലൈനാണ്, ഞങ്ങൾക്ക് അറിയാം. only thing we wanted to hear, നിങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബെസ്റ്റ് ചോയ്സ് ആയി. അതുകൊണ്ട് അയർലൻഡിൽ നിന്ന് ലേഡി വന്നു, കണ്ടിട്ടില്ല, കാണാൻ തന്നെ ഒരു സ്കൈലൈൻ. ഞാൻ എന്തായാലും എനിക്ക് കാശിൽ തന്നു. Then she came last month, she came with her daughter, she came. That after 3 or 6 months later. She was happy, I know. Skyline നമുക്ക് പേടിയില്ല, വേജാറില്ല എന്ന് പറഞ്ഞു. കമ്മിങ് ടു കസ്റ്റമേഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ എംപ്ലോയീസ് 30 വർഷത്തിൽ കൂടുതൽ എംപ്ലോയീസ് കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റിക്നെസ് വരാൻ എന്ത് വാല്യൂസ് ആണ് അതുകൊണ്ട്? സാറിന്റെ ചിരി എനിക്ക് വളരെ ഇഷ്ടമായി, എല്ലാത്തിലും നല്ലൊരു ചിരി. ബേസിക്കലി if you ask me, I ഒരു കാര്യം ഒന്നോ രണ്ടോ വാക്കിൽ പറയാൻ പറ്റില്ല. We take people as as our own family. We always tell Skyline family. A family item. I don't consider myself as my employees. It's a family member. Number one. Number two, I always tell people, and nobody is. ഞാൻ എന്നാലും കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിങ്ങിന് പറഞ്ഞു, എൻ്റെ ആൾ ഇവിടെ ആരുമില്ല, പക്ഷെ എല്ലാവരും എൻ്റെ ആൾക്കാരാണ്. See, that's a very very important point. You should make a note of it. See, when എൻ്റെ ആയിട്ട് ആരുമില്ല, പക്ഷെ എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ ആൾക്കാർ. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് വാട്ട് ഹാപ്പൻസ്, അവർ ആരെങ്കിലും ഉണ്ടാവും, സ്വന്തം ആള്, ഇയാള് ഗോഡ് ഫാദർ അല്ലല്ല, ആ ചേച്ചിൻ്റെ മോന്, അമ്മച്ചീൻ്റെ അനിയത്തിൻ്റെ മോന്, മോൻ്റെ മോൻ, ആരും ഒരു പൊസിഷനിൽ വെക്കൂ. എന്താ പറയുക, എന്നിട്ട് അവനൊന്ന് നോക്കണം, അവനൊന്ന് നോക്ക്, വാച്ചിങ്. ഐ വാസ് ടോൾഡ്, ഐ ഡോണ്ട് ടെൽ യു, ചില ഈ വലിയ കോർപ്പറേറ്റ്സിലൊക്കെ തന്നെ ഉണ്ട്, അയാളാണ് ഇതിൽ നോക്കുന്ന ആളെ. അപ്പം ഇവിടെ അങ്ങനെ ആരുമില്ല. I'm the only one. My son joined only recently. So last 34 years, I was the only person there. So I tell very clearly, even my senior managers who join me, I tell, look, one thing I want to tell you, one thing, you are free. Nobody going to, നിങ്ങളാരും മറ്റേ ഇതൊന്നും വെച്ച് ഇപ്പം എന്തല്ല ഈ സാധനം വെച്ച് നോക്കലൊന്നുമില്ല. നിങ്ങളാരും ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ നോബഡി ക്യാഷ്, നോ ക്യാമറ ഒക്കെ ഉണ്ട്, ക്യാമറ ഉണ്ടെങ്കിലും ഹ്യൂമൻ ക്യാമറ ഒന്നുമില്ല. ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്ത് ചെയ്യാം, എന്നിട്ട് അവിടെ വന്നിട്ട് എൻ്റെ ചോട്ടിൽ കുശു പറയും, സാർ അയാൾ പണിയെടുക്കുന്നില്ലേ, അങ്ങനത്തെ ഇടപാടൊന്നുമില്ല. ഡോളർ ഈക്വൽ. ദേഷ്യം എന്ത് വരാൻ, പണിയെടുക്കാൻ ഞാൻ ദേഷ്യം പണിയെടുക്കാൻ തന്നെ ഐ ഗെറ്റ് ഇറിറ്റേറ്റഡ് ബിക്കോസ് ഓൺലി തിങ് ഐ ഗെറ്റ് ഇറിറ്റേറ്റഡ് ബിക്കോസ് വിവരമില്ലെങ്കിൽ കുഴപ്പമില്ല, പഠിപ്പിച്ചു കൊടുക്കും. വിവരമില്ലാന്ന് പറഞ്ഞാൽ മതി, വിവരമില്ലാണ് എനിക്ക് വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതെ. രണ്ടാമത്തെ, ഞാൻ എപ്പോഴും പറഞ്ഞു ഉഴപ്പരുത്. ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ ഉഴപ്പാറില്ല. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. സോ ഐ ഡോണ്ട്. That's why somebody asked me, sir, after this, at this age, how do you feel? ഞാൻ പറഞ്ഞു ഉഴപ്പ കാര്യം, ഞാൻ ഉഴപ്പ പരിപാടിയില്ല. വിവരമില്ലെങ്കിൽ ചോദിക്കണം, പഠിപ്പിച്ചുതരാം. അതെ, നിങ്ങൾക്ക് അറിയാത്ത ഞാൻ അറിയില്ല എന്ന് പറയാം. അറിയാണ്ട് ഞാൻ എല്ലാം നിറഞ്ഞ് എളിഞ്ഞ് നിന്നിട്ട് അതിൽ മണ്ടത്തരം പറഞ്ഞിട്ട് ക്ലയന്റിന് വല്ല മണ്ടത്തരം പറഞ്ഞിട്ട് ക്ലയന്റ് നാളെ ദേഷ്യം പിടിച്ച് വരരുത്. അറിയില്ല, ജസ്റ്റ് സർ ഐ ഡോണ്ട് നോ സർ, ഐ ഡു വൺ തിങ്, ഐ ചെക്ക് അപ്പ് ആൻഡ് ഗെറ്റ് ബാക്ക്. അറിയില്ല, നത്തിങ് റോങ്. എനിക്ക് അറിഞ്ഞൂടാ, ഒരുപാട് കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ടു ബി ഫ്രാങ്ക് വിത്ത് യു, I have people around. ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ചെക്ക്, I'll get back to you. See, that's what I do. See, for example, somebody want to come and meet me, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, എന്തെങ്കിലും ഇഷ്യൂസ് ആണ് ഇത്, I never say no to anybody. I never say no to anybody. എല്ലാവർക്കും എന്നെ വന്ന് എപ്പോഴും കാണാം. So that is one thing, people feel that, that's one thing, people laugh it. സാറിന് എപ്പോഴും കാണാം, അസീസ് ഖാൻ എല്ലാം എപ്പോഴും കാണാം എന്ന് പറഞ്ഞാൽ കാണാം. ഞാൻ I said no, never say no. തിരക്കാണ്, ബൂസിയാണ്, ഒരു ബിസിയും ഇല്ല, എനിക്ക് പണിയില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. വെറുതെ അതുകൊണ്ട് അവരെ വലിയ അപ്പോൾ ആർക്കും വാട്ട് ഹാപ്പൻസ് ഈസ് സം പീപ്പിൾ കം, ചിലപ്പോൾ താഴ്ന്ന കാര്യമല്ല സാർ ഒന്ന് തിരക്കണത്, പിന്നെ അവർ ദേ വോണ്ട് കം ബാക്ക്. കറക്റ്റ്. വേറെ എന്താ, ഞാൻ പിന്നെ ചോദിക്കാം എന്താ, പിന്നെ സാറേ അവിടെ വന്നപ്പം സാർ കുറച്ച് തിരക്കാണ്, പിന്നെ എനിക്ക് മടി, പിന്നെ എപ്പോഴും ഒന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നോ, ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ആരും അറിയില്ല, ഞാൻ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ആർക്കാരും അറിയാം. അതുകൊണ്ട് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനി ടൈം യു ക്യാൻ കം. വെരി ഗുഡ്. അല്ലെങ്കിൽ എന്താ ഇവിടേക്ക് ഇരുന്നാൽ ആൾ നോക്കില്ല, സാർ പണിയെടുക്കുന്നുണ്ടോ എന്ന് എത്തി നോക്കാം. ഞാൻ അവിടെ ഒരു എൻ്റെ ഫ്ലോറിൽ ഒറ്റയ്ക്കാണ്. അപ്പം ആർക്കും അറിഞ്ഞൂടാ സാറ് പണി. അപ്പം ഞാൻ ഡോണ്ട് വെറി, ആ മെലോൺ, പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് എപ്പോഴും വരാം തമാശ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അപ്രോച്ചബിലിറ്റി. സി ദാറ്റ്സ് വാട്ട് ഐ സെഡ്, യു ക്യാൻ മീറ്റ് മീ എനി ടൈം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തരി, സി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഐ ഓൾവേസ് ആസ്ക്, ഇപ്പം സപ്പോസ് യു വാണ്ട് ടു കം ആൻഡ് മീറ്റ് മീ, വാട്ട് എവർ ഇറ്റ് ഈസ്, കുഡ് ബി ദേ.
അപ്പോൾ അത് ഞാൻ എന്താന്ന് വെറുതെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പം നിങ്ങൾ ഒന്ന് പറയാം അങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വലിയ വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ശരിയില്ല എന്നൊക്കെ പറയുന്നതൊക്കെ പറയാൻ പറ്റുന്ന അർത്ഥമില്ലല്ലോ. ഇറ്റ്സ് നോട്ട് ഫെയർ. ആൻഡ് സപ്പോസ് വൈ യു നിങ്ങൾ എന്നെ മീറ്റ് ചെയ്യുന്നതാണ് അൾട്ടിമേറ്റ്ലി ഒരു ഡിസിഷൻ കിട്ടാൻ വരുന്നത്. ഐ ഷുഡ് നോ വാട്ട് എക്സാക്ട്ലി ദി ഇഷ്യൂസ്. അപ്പോൾ ഞാൻ ആദ്യം പറയും എന്താ ഇഷ്യൂ എന്ന്. ആദ്യം ഐ കോൾ ദി ഗൈസ്, എന്താണ് കാര്യങ്ങൾ, എന്താണ് ഒങ്ങി. Then I'll know what you're going to talk. I can give you the solution there. നിങ്ങൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ, എനിക്ക് അറിഞ്ഞില്ല, ഓഹോ അങ്ങനെ ഉണ്ടോ, ഞാൻ വെറുതെ തർക്കം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഐ ഡു നോർമലി ഐ ഡു ദാറ്റ്. അല്ലാണ്ട് ഇതൊരു സിമ്പിൾ, ഇതൊന്നും വേറെ കാര്യമൊന്നുമില്ല. എന്താണ് മാഡത്തിന് എന്തുകൊണ്ട്, എന്താണ്, ഓ ഇതാണ്, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചോ. മാഡം ഒന്ന് ഇതുണ്ട് കാര്യം ഇങ്ങനെയാണ്, ഫൈൻ, വിൽ ബി ഹാപ്പി, ഓ ദിസ് ഓൾസോ ഫൈൻ. അല്ലാണ്ട് ഞാൻ അറിയാണ്ട് നമ്മൾ താമസിപ്പിച്ച് നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ യു വിൽ ഫീൽ വാട്ട് ടു സേ. ഞാൻ എംഡിനെ കണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല, ചുമ്മാ അങ്ങനെ വെറുതെ സമയം കളഞ്ഞു പറയും. സാറിന്റെ ആദ്യത്തെ വീട് എവിടെയാ, എങ്ങനെ മേടിച്ച ആദ്യത്തെ വീട്? ഫസ്റ്റ് പനവള്ളി അപ്പാർട്ട്മെന്റ്. ഐ എം ആൻ അപ്പാർട്ട്മെന്റ് ഗായ്. ആണല്ലേ, വീടല്ല. അതൊക്കെ തറവാട്ടിലും വലിയ തറവാടൊക്കെ എന്താണ്, വലിയ തറവാടും 10,000 സ്ക്വയർ ഫീറ്റ് അതൊക്കെ തന്നെ നാച്ചുറലി പണ്ടൊക്കെ തറവാട് തന്നെ വലിയ വലിയ തറവാട് വീടൊക്കെ. But I see what has happened. I'm from Calicut. So I am the only person who shifted to Cochin. Baaki ella whole family is in Calicut. Business hardware ഒക്കെ ആണ്. അല്ല, exactly. Family is I am a third or fourth generation business ആണ്. But never been to family business. Never been to family business. God has been kind, and my father was very very generous and never asked me to come and നീ കടയിൽ വന്നിരിക്കുന്നത് ഇല്ല. സാറിന് സ്കൂളൊക്കെ ഫ്രീ ആണ്, വെക്കേഷൻ വന്ന പിള്ളേർ നീ കടയിൽ വന്നിരിക്കും, കറങ്ങി നടക്കണ്ടെന്നല്ല. He never used to tell me that. That was a food I really enjoyed that, because father ഒരിക്കലും നീ കടയിൽ വന്നിരിക്കും, നീ കറങ്ങി നടക്കുന്നൊന്നുമില്ല. കറങ്ങി നടക്കുക തന്നെയാണ്. രാവിലെ 5 ഫുട്ബോൾ കളിക്കാൻ പോകും, അത് കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞ് അത് 7 മുതൽ 9 മണി ഫുട്ബോൾ, അത് കഴിഞ്ഞ് വീട്ടിൽ മുട്ടൻ ചാണ ഊണൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു കുളമുണ്ട്, പള്ളിക്കുളമുണ്ട് അവിടെ. ഞാൻ എല്ലാവരും കൂടി ഒരു 3 മണിക്കൂർ കുളത്തിൽ പോകും. കുളത്തിൽ പോയി അവിടെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഊണ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കളിക്കാൻ പോകും. ഇതൊക്കെ തന്നെ വീട്ടിലൊന്നും ഉണ്ടാവാറില്ല. സി വാട്ട് ഐം കമ്മിങ് ബാക്ക് ഈസ് സി നെവർ ഫോഴ്സ് മീ ഫോർ എനിത്തിങ്. അതുകൊണ്ട് ബിസിനസ്സിൽ ഞാൻ ഇല്ലായിരുന്നു, ഫാമിലി ബിസിനസ്സിൽ. ലക്കിലി ഞാൻ കുറച്ച് പഠിച്ച് കയറിപ്പോയി. MBA ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ദി ഫസ്റ്റ് MBA in the Malabar, maybe Malabar first MBA maybe could be. അന്ന് ആർക്കും MBA പറ്റി അറിയില്ലായിരുന്നു, വെരി റയർ ആയിരുന്നു. IIM 3 IIM കഴിഞ്ഞാൽ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, പിന്നെ കൊച്ചി യൂണിവേഴ്സിറ്റി ഉള്ളായിരുന്നു MBA. അന്ന് നമ്മളെ പൈലി സാറാണ് കൊണ്ടുവന്നത്. ഈസ് എ ഗ്രേറ്റ് ഗായ്. He only brought MBA to Kerala. Anyway, that is one thing. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ see nothing great. I always tell, see one thing is very great. Yes, people use, maybe you might be thinking what is nothing great. ഒരു ഗ്രേറ്റ്നെസ്സും ഇല്ല, ഒരു ബുദ്ധി. See, I always feel doing business is common sense. Use your common sense. That is my book in the that's my book in the that's what if at all I write a letter, doing business nothing but common sense. അത് മതി. വേറെ അതിബുദ്ധി ഇങ്ങനെ ആലോചിച്ച് ഇല്ലാത്ത കാര്യം ആലോചിച്ച് വെറുതെ സമയം കളയണ്ട. കോമൺ ദൈവം അത് ദാറ്റ്സ് വൺ തിങ് ഐ ഓൾവേസ് ഫീൽ ദാറ്റ്. പല ആൾക്കാർ നമ്മൾ കാണും വലിയ അതിബുദ്ധി രാഷ്ട്രപ്രമാരും എല്ലാവരും രാക്ഷസന്മാരും വലിയ ബുദ്ധിയും ആറ്റോമിക് എനർജിയും അത് ഇതൊക്കെ ഉണ്ടാക്കിയാനും ഐഫോൺ ഉണ്ടാക്കിയാനൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആലോചിക്കുമല്ലോ, ദൈവം തന്നെ നമുക്കെന്താ തരാഞ്ഞത്? അങ്ങനെ കുറേ ആൾക്കാർ അത് ഇയാൾ കണ്ടുപിടുത്തം ചെയ്ത് ഇയാൾ ഡിസ്കവറി ആൾ ഇൻവെൻഷൻ മറ്റേന്ന് വെച്ചാൽ നമ്മളൊന്നും സാധാരണക്കാർക്ക് ഒന്നുമില്ല. നമ്മൾ ആലോചിക്കൂലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ഒന്നുമില്ലേ? നോ ദൈവം കൊടുത്തിട്ട് എല്ലാവർക്കും കോമൺ സെൻസ് കൊടുത്തിട്ടുണ്ട്. കോമൺ സെൻസ് അത് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കുന്നില്ല ജനം. അവിടെയാണ് നമ്മൾ എന്താ അറിയാം, നമ്മൾ വിചാരിക്കുക കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്ത് സാധനം. നമ്മളൊരു അതിബുദ്ധി കാണിക്കണ്ടേ, അല്ലെങ്കിൽ കുരുത്തക്ക് കാണിക്കണം, അതാണ് ആൾക്കാർ രണ്ടാമത്തെ ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. You just use your common sense. 99% your problem should be solved. But I think you went with the flow as well, അല്ലേ? Where the country, where this industry went, അതിന്റെ പിന്നാലെ. എനിക്ക് വീടിന്റെ കാര്യം അറിയണം. ഇപ്പൊ ആ വീട് വിറ്റ് പുതിയ വീട്ടിലേക്ക് മാറിയോ അതോ പഴയ വീട്ടിൽ തന്നെയാണോ? And I see again what has happened is we decided, okay, we wanted going for apartment and like okay, അപ്പോൾ ആദ്യം വീട് apartment. See, those days you won't believe it. When we started, that was in 95. When we started, can you believe one thing? People are talking about flat. മണ്ണിന്റെ മണമില്ല. നിങ്ങളെ ഞാൻ പറയുന്നില്ല, പാവം മരിച്ചുപോയി നമ്മളുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ മേനോ ഉണ്ടായിരുന്നു മാഡം. ഓക്കെ, അപ്പോൾ one of the interviews is those I'm talking about 30 years ago.
അസീസ് വാട്ട് ഇസ് അസീസ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ് നമ്മൾ മലയാളിയല്ലേ, മലയാളിക്ക് നമുക്കൊരു തുളസിത്തറ വേണ്ട, മണ്ണിന്റെ മണം വേണം, പിന്നെ ചെറിയൊരു കിച്ചണിൽ നമുക്ക് കുറച്ചു മറ്റേ വെജിറ്റബിളൊക്കെ നമുക്ക് ചെയ്യണം. അതല്ലാണ്ട് എന്ത് മലയാളിൻ്റെ എന്ത് വീട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാഡം ഐ ഡു അഗ്രി വിത്ത് യു, ടോട്ടലി അഗ്രി വിത്ത് യു. പക്ഷെ എല്ലാവർക്കും അത് സ്വപ്നമായിട്ട് അവശേഷിക്കും. എന്താ അങ്ങനെയാണോ അങ്ങനെയാണോ. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റ് തുടങ്ങിയാൽ പറയും, നിങ്ങൾ ഫ്ലാറ്റ് ആളിനിപ്പോൾ ഫ്ലാറ്റ് കയറ്റാൻ പോവാണല്ലേ, വീട്ടിൽ നിന്നൊക്കെ അതൊക്കെ പറയണ്ടായിരുന്നു. അന്ന് പുച്ഛമായിരുന്ന ആൾക്കാർ. ഈ പീപ്പിൾ ഡിസ്പൈസ് മീ ഇഫ് ഇറ്റ് ഓൾ യു ആസ്ക് മീ സം പീപ്പിൾ, നോട്ട് എവറിബഡി. ഞാൻ പറഞ്ഞു ലുക്ക് ഐ ടെൽ യു വൺ തിങ് madam, whether you love it or not, you have no choice. You have to accept the reality that you have to accept the high-rise culture. Reason is simple. See, നമ്മുടെ രാജ്യം കേരളം എന്ന് പറഞ്ഞാൽ വന്ന് അവർക്ക് 2-2.5 കോടി, ഇപ്പോൾ 3 കോടിയിലധികമാണ്. നേരെ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്. നമുക്ക് ലാൻഡ് ഇല്ല. നമുക്ക് വി ഹാവ് നോ ചോയ്സ്. വീട് എല്ലാവർക്കും വീട് വെക്കാനുള്ള സ്ഥലമില്ല. You have to accept whether you like it or, that's what I said, the same word I am using right now. Whether you like it or not, you have to accept the reality that you have to accept it. High rise. അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ റീസൺ ബിക്കോസ് as I told you, in my case was reason is I'm alone, family is alone, I used to travel a lot. So safety is a major thing. Safety and security is most important. Like, and apartment ഒക്കെ ആകുമ്പോഴെങ്കിൽ വേറെ തലവേദനയൊന്നുമില്ല. You got people around her, she has അറൗണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ യു നെവർ ഫീൽ അലോൺ. വീടൊക്കെയാണ് ഞാൻ എപ്പോഴും പറയും. പിന്നെ അതല്ല ഐ സി ആൻഡ് ഓപ്പൺ ഓൾസോ. സി വീട് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ വീട്ടിലാണ് താമസം അപ്പാർട്ട്മെന്റാണ്? ഓക്കെ, താങ്ക് യു, ഗുഡ്, മൈ ടൈപ്പ്. വീട് പണിത് കൊടുക്കണ്ടേ? ഞാൻ വീട് പണിത് കൊടുക്കുന്നുണ്ടായിരുന്നു. ചില അണ്ണന്മാർക്ക് വീട് തന്നെ വേണം. വീട് പിടിച്ചോ ആവശ്യമുള്ള നമ്മളെ 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 ഫിലോസഫി സിമ്പിൾ തിങ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പണിതോണം. വീടാണ് വീട്, അപ്പാർട്ട്മെന്റ്. ഇനിയിപ്പം കായൽക്കരയിലെ വേണം അവിടെ വെച്ചു കൊടുക്കാൻ. ഈ കാറിൽ പോകുമ്പോഴേ പെട്ടെന്നൊരു സ്ഥലം കാണുമ്പോൾ ഇത് എനിക്ക് മേടിച്ച് ഞാൻ ഇവിടെ എനിക്കൊരു ഉഗ്രൻ പ്രൊജക്ട് വരാൻ തോന്നിയിട്ടുണ്ട് സ്ഥലങ്ങളുണ്ടോ കേരളത്തിൽ? I don't take that's all impulse edition. Impulse editions. I never take impulse edition. That's a good thought. Yeah. So we are being very extremely careful. But that impulse ന് കൂടെ intuition ഉണ്ടാവില്ലേ? Intuition ആണ്. Of course, that's what I'm telling you. Study properly. See, നമ്മൾ ലാൻഡ് കണ്ടു, ഓക്കെ വാങ്ങിച്ചു വെച്ചു, നോക്കിയിട്ട് then again who is going to come there? See, ultimately what I mean, Kerala is a small place. അതെ. Unfortunately, Bangalore is a different thing. The city is growing. ഭയങ്കര എക്സ്പ്ലോഷൻ ആണ്. ഇവിടെ ഇല്ല, അവിടെ നിന്ന് നിവൃത്തിയില്ല. അപ്പൊ ഞാൻ എവിടെ കൊടുത്താലും ആൾക്കാർ അവിടെ വാങ്ങിക്കും. കാരണം ഇവിടെ ഇല്ല, പിന്നെ ഇവിടെ ഉള്ളൂ, അവിടെ പോയി വാങ്ങിക്കാം. ആ ഒരു സിറ്റുവേഷൻ ആണ് ബാംഗ്ലൂർ. ഇഫ് യു ആസ്ക് മീ, ബിക്കോസ് സിറ്റി ഈസ് എക്സ്പാൻഡിങ് ലൈക്ക് എനിത്തിങ്. ഇപ്പൊ ഹൈദരാബാദ് എത്തുമ്പം അടുത്ത ഒരു 10 കൊല്ലം ഹൈദരാബാദ് എത്തും. ഹൈദരാബാദ് ഇപ്പൊ അവിടെ ഇപ്പം ഹൈവേയിൽ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്രാസ് നിങ്ങൾ എത്ര ഇപ്പൊ ഇല്ല പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. വേറെ ഇൻ ആർ കേസ് വാട്ട് ഹാപ്പൻസ് ഈസ് യു കാൺ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിന് സ്കോപ്പ് ഇല്ല. കാരണം ഐ ഹാഡ് പർച്ചേസ് സം ലാൻഡ്. യു വോണ്ട് ബിലീവ്. ഞാൻ IT വരുന്ന ഒരു 50 ഏക്കർ 100 ഏക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 50 ഏക്കർ IT വരും എന്ന് വെച്ചാൽ 2000 if it can come to Bangalore, why not in Kochi? And Kochi രസം എന്ന് വെച്ചാൽ see I've been looking around. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വാട്ട്സ് ഹാപ്പനിങ് ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പോൾ 30% ഓഫ് ദി IT പ്രൊഫഷണൽസ് ഇൻ ബാംഗ്ലൂർ മലയാളീസ് ആണ്. 30% മലയാളീസ് ആണ്. സോ ഐ തോട്ട് നോട്ട് ഇറ്റ് ഹാസ് ടു കം ടു Bangalore. Unfortunately, it didn't come. It's a different issue. I didn't want to discuss much because government could have somehow. Land is the issue. Number 2 is that somebody somehow it didn't come up. അവർ ഇപ്പോഴാണ് ഇക്കോസിസ്റ്റത്തിൽ വന്നുകൊണ്ട് ഇപ്പം now the demand is there because Bangalore is now almost in congested. People are fed up there because traveling time itself is around 1.5-3 മണിക്കൂർ എടുക്കും. അപ്പോൾ എല്ലാവർക്കും ഇപ്പം മലയാളിക്ക് മനസ്സിലായി, മതിയായി. കാരണം ബാംഗ്ലൂർ ഒരു രസമായിരുന്നു, എക്സൈറ്റ്മെന്റ്. ഗോയിങ് ടു ബാംഗ്ലൂർ ടു വർക്ക് എന്നൊക്കെ. അതൊക്കെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ മതിയായി. യുളായിട്ട് സംഭവം കൊണ്ട് കം ബാക്ക്. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നോക്കുന്നത് ഇപ്പോൾ. ഈവൻ ഇഫ് ഇറ്റ് സാലറീസ് ലിറ്റിൽ ലെസ് 20-25% സാലറി കുറഞ്ഞാലും കുഴപ്പമില്ല. ദേ ആർ പ്രിപ്പയർഡ് കം ബാക്ക് ഹിയർ ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ബാക്ക് ഹോം ഈസ് വാട്ട് വാസ് സെറ്റ്. നല്ല ക്ലീൻ എയർ ആണ് ഇവിടെ ഉള്ളത്, പിന്നെ നല്ല പച്ചപ്പുല്ല ഉണ്ടല്ലോ, ആൻഡ് പീപ്പിൾ അറൗണ്ട് യു. എയർ ക്വാളിറ്റി ഇസ് മച്ച് ബെറ്റർ. കുറേ ആൾക്കാരെ താങ്കൾക്കറിയാം, താങ്കളെയും കുറേ പേർക്ക് അറിയാം. എന്നിരുന്നാലും ഒരു 2 കാര്യങ്ങൾ എന്നെ ഇപ്പോൾ സർപ്രൈസ് ചെയ്യുന്ന താങ്കളുടെ 2 പേഴ്സണൽ ഹാബിറ്റ്സ് എന്ന് പറയാമോ? ഇതൊരാളോട് അങ്ങനെ പറയാത്ത 2 ഹാബിറ്റ്.
അങ്ങനെ ഹാബിറ്റ്സ് if you ask me, I talk a lot. That's good. That is very good. I like it. No, generally I don't talk unless somebody wants me to talk. I'm extremely careful. നേരത്തെ എപ്പോഴും പറയാം ഇങ്ങനെ ഇപ്പം പറയുന്നത് നിങ്ങൾ ഇപ്പം ഏജ് ആകുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ പ്രായമായി അതുകൊണ്ട് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കരുത് മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ നിങ്ങൾ അധികം വായ പൂട്ടണം. ഇതൊക്കെ ഇപ്പോൾ പുതിയ കുറെ സോഷ്യൽ മീഡിയ നിങ്ങൾ അടിച്ചു വരുന്നുണ്ട്. ഏജ് ഇത്ര 65 കഴിയുകയാണെങ്കിൽ 70 ആണെങ്കിൽ അത് അധികം തുറക്കാൻ പാടില്ല, മറ്റുള്ളവർ കേൾക്കണം. യു ഷുഡ് ബി ലിസണർ, ടോക്കറ്റീവ്. ഓക്കെ, പ്രത്യേകിച്ച് യങ് കാറ്റഗറി പോവില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ജനറൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനറലി ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ്സ് ഇസ് I want to be happy with people. Nice. It's very important. Like you always tell people, everybody I tell, look, be happy and make others happy. Unless you are happy, you can't make others. That's number one. Number two is that എപ്പോഴും പറയും why don't you smile? ഒന്ന് ചിരിക്കൂ. അതിന് കാശും ചെലവില്ല. ഒരു ടാക്സ് ഇല്ലാത്ത ഒരു കാര്യം ചിരിക്കുകയാണ്. അത് ഞാൻ പറയും ചിലരിങ്ങനെ ടൈറ്റാക്കി മസിൽ പിടിച്ചിരിക്കുന്നതാണ്. ഞാൻ പറയും പ്ലീസ് ഒന്ന് അയഞ്ഞുവിട്, ചിരിക്ക്. ഇതിൽ ക്ലയൻറ്റ് ഹാപ്പി ആവണം. പറഞ്ഞാൽ ചൂടായിട്ട് മോന്ത കണ്ടാൽ മതി. നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ കാരണം എന്താ ചിരിച്ചാലെന്താ ഒരു നഷ്ടമില്ലല്ലോ. ഞാൻ അതാണ് കാശ് കൊടുക്കാണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപകാരം. അതാണ് നമ്മളെ ബൈബിളിൽ നമ്മൾ ഖുറാനിൽ ക്ലിയർ ആയി പറയുന്നുണ്ട്. പുഞ്ചിരിക്കുക എന്നുള്ളത് അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. എന്നാൽ നമ്മൾ ചിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് അസുഖം ഒരു സന്തോഷമില്ലാത്ത ആളാണെങ്കിൽ ചിരിക്കുകയാണ്. ദേ ഓൾസോ സ്റ്റാർട്ട് ഫീലിംഗ് അവരുണ്ടല്ലോ ഇങ്ങനെ ഞാനിങ്ങനെ തൂങ്ങിയിരിക്കുന്ന എന്തിനാണ്. ദേ ഓൾസോ സ്റ്റാർട്ട് തിങ്കിങ് പോസിറ്റീവ്. ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗ്സോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ലാത്തൊരു ദിവസം താങ്കൾ എന്താണ് സാധാരണ ഒരു അൺവൈൻഡിങ് ഫ്രം വർക്ക് എങ്ങനെയാണ്? ജനറലി ഐ എൻഗേജ്. ഇപ്പോൾ ജോലി അങ്ങനെയൊന്നുമില്ല, വീട്ടിലെ ജോലിയും കൊണ്ടുപോകാം. After 6 I hardly call my executive. I don't call anybody. That's make the point that I don't call anybody. Unless it is very urgent. Hardly it comes once in a year. Otherwise I don't call. That's one thing I'm very clear on that. Spend time with family. That's very important. My wife and my wife take care. So you spend time together. ഒരു പേപ്പർ എടുത്താലേ ആദ്യം ഏത് സെക്ഷൻ ആദ്യം വായിക്കുക? And I start from front till അത് ഫ്രണ്ട് അതങ്ങനെ പോയി. Then of course I'll keep in mind on this thing, finance, business page. Then that's most important. അങ്ങനെയല്ല, പക്ഷേ ഞാൻ വായിക്കും. പക്ഷേ എനിക്ക് one thing is very clear. ഞാൻ വായിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയി വായിക്കും. അത് അപ്പോൾ ക്ലിയർ ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും. കാരണം അതെന്ത് വായിച്ചാണ്ട് ഞാൻ വൈകിട്ട് ചിലവരൊക്കെ അങ്ങനെ വാങ്ങിച്ചു പോകുന്നൊക്കെ അരമണിക്കൂർ വാങ്ങിക്കുമ്പോൾ ഇത് മെമ്മറി നിൽക്കില്ല ചോദിക്കും. ബട്ട് ഫോർ മീ ഇറ്റ്സ് ക്ലിയർ. ബട്ട് സപ്പോസ് ഞാൻ ജസ്റ്റ് ഗോ ത്രൂ എല്ലാം എനിക്ക് വൈഫ് എപ്പോഴും പറയും അത് നിങ്ങൾ വായിച്ചാൽ ഞാൻ ഇന്നലെ വായിച്ച എനിക്ക് ഓർമ്മയില്ല, തമാശ ആണെങ്കിൽ പറയും. I always keep. ഞാൻ ഇവിടെ വന്നിട്ട് പറയാം പേജ് നമ്പർ സോൺസ് എന്തുണ്ടല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും ഈ പേജ് നമ്പർ സോൺസ് അതൊന്ന് ചെക്ക് ചെയ്യണം പറയും. സോ ദാറ്റ് ഐ എം വെരി ക്ലിയർ. ബട്ട് ജസ്റ്റ് ഒരു മനോരമ അല്ലെങ്കിൽ അത് മനോരമ ജനറലി ആൻഡ് ഹിന്ദു ഇസ് ദാറ്റ്സ് വൺ ഓഫ് ദീസ് ടു. ബട്ട് ഹാഫ് ആൻ അവർ ഈസ് സ്പെൻഡ്. താങ്കൾക്ക് മനസ്സിൽ ഒരു ഡ്രീം ഹൗസ് ഉണ്ടോ? നോ. വെരി ഗുഡ്. ഡ്രീം ഹൗസ് ക്രിയേറ്റിംഗ് നോ. നമ്മൾ മറ്റുള്ളവർക്ക് ക്രിയേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു കാര്യം. എക്സാക്ട്ലി. വാട്ട് ഹാപ്പൻസ് ഈസ് നല്ല ഞാൻ തമാശയായിട്ട് പറയും ഞാൻ എൻ്റെ പണി മറ്റുള്ളവർക്ക് നല്ല വീടുണ്ടാക്കുന്നത് റൂല് വല്ലപ്പോഴും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാന്ന് പറയും. ബേസിക്കലി സ്പേസ് ആൻഡ് കംഫർട്ട് ഐ ലുക്ക് അറ്റ് ദാറ്റ്. പേഴ്സണലി ഇഫ് യു ആസ്ക് മീ സ്പേസ് ആൻഡ് കംഫർട്ട് ഐ ലുക്ക് അറ്റ് ഇറ്റ്. കയ്യെത്തുന്ന ദൂരത്ത് ഉണ്ടാകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ? ഓഫ് കോഴ്സ് ഫോൺ. വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടാവണോ? നിർബന്ധമുണ്ടോ? വെരി ഈസി ഗോ ലക്കി പേഴ്സൺ. നോ ടെൻഷൻ. വെറുതെ ആവശ്യമില്ലാണ്ട് ഇതിനെപ്പറ്റി ആലോചിച്ച് ബിസിനസ് നെവർ തിങ്ക് ഓഫ് ബിസിനസ് ഡ്യൂറിങ് ഡേ ടൈമിലൊന്നും അങ്ങനെ ഒന്നുമില്ല. ഗോ ഫോർ വെക്കേഷൻ ഗോ. അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. സ്കൈലൈൻ്റെ 50 വർഷം എങ്ങനെയായിരിക്കും സെലിബ്രേഷൻ എന്ന് മനസ്സിലുണ്ടോ? No, to be frank with you, no. Because as I said, it's evolving ആണ്. Every day what I look at, as I told you. Right. See, നമ്മൾ എന്താ സംഭവിക്കുന്നത്? Okay, this is what it is. Tomorrow what can happen? Okay, think of it. നമ്മളെന്നുവെച്ചാൽ കണ്ണടച്ചിങ്ങനെ ഒന്നില്ല എന്നല്ല, ബട്ട് people are there. Talk to people, discuss with people what's happening. What's happening, see here, Bangalore can happen here. അങ്ങനെയാണല്ലോ. നമ്മൾ പിന്നെ അങ്ങനെ ഒന്നുമില്ലല്ലോ. അമേരിക്കയിൽ നിന്നും ഇവിടെ സാധനം ഇവിടെ നടക്കാൻ പോകുന്നില്ല. It'll take time. But just be, that's what I'm telling you, be normal. See, why you want to be വേറെ ആവശ്യമില്ലാണ്ട് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി തിങ്ക് സോ. സീ എല്ലാവരും ചോദിക്കുക 10 വർഷം കഴിഞ്ഞിട്ട് എന്താ? ഞാൻ 10 വർഷം അപ്പോഴേ ആവട്ടെ. ഇപ്പൊ ഒന്നും നാളെ അടുത്ത മാസം അടുത്ത കൊല്ലം 2 കൊല്ലം നമുക്ക് നോക്കാം.
നെക്സ്റ്റ് 2 or 3 years you look at it. Because ചിലർ ഇങ്ങനെ കഥ പറയും, ഞാൻ 50 years ഞാൻ ഇത്ര കോടി ഇത്ര ചെയ്യും എന്നൊക്കെ പറയും. കഥ വേറെ പേപ്പറിലൊക്കെ ഒന്ന് വായിക്കണം, 30,000 കോടി 50,000 കോടി 100 കോടി എന്നൊക്കെ. ഇതൊക്കെ ചുമ്മാ I don't blame them, but that is their way of thinking. That's a perspective. Maybe right, maybe wrong. But the question, our business, we see our business totally different. നമ്മൾ ബിസിനസ് നേരത്തെ പറഞ്ഞ മാതിരി, see there's a limit to which you can do it, because and it's a hands-on business. Mostly hands-on. Real estate generally you can see the 90% of builders are it's hands-on ആണ്. Except professionals പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൂ, Godrej and everything, but they are not the number one, if you ask me, because a lot of things you got to do personally, you got to do. That's very important. It's a professional എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചോളുമല്ലോ. ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ് അങ്ങനെ ഓടിച്ചു. നമ്മളതല്ലോ, each project is ഒരു മാനുഫാക്ചറിംഗ് ഫുൾ ഒരു ത്രോട്ടിൽ പോകണം. That's a major issue. നമ്മൾ ഇത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ റിലാക്സ് എന്ന് വയ്ക്കാൻ, then you have to start from scratch. That is a major challenge of this business. വേറെ നമ്മളൊരു ഇപ്പോൾ ഇൻഡസ്ട്രി തുടങ്ങി ഒരു ഫോൺ ഉണ്ടാക്കി, ഐഫോൺ ഉണ്ടാക്കി വന്നു, അടുത്ത അതിങ്ങനെ 5 കൊല്ലത്തേക്ക് പോകും. ഈവൻ BMW ഉണ്ട്, BMW 7 Series ഉണ്ട്. എവറി 7 years ആണ് they come out with a new model. ഓക്കെ, അതിൻ്റെ അടുക്ക് ചെറിയ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചേഞ്ചസ് നല്ലുണ്ട്. So what I'm coming back in our case, okay, you did one of the best project you did. Tomorrow you don't have the right land ഇല്ലെങ്കിൽ then you don't know where you are going. Correct. So it's a continuous process ആണ് അത്. You can't sit ചുമ്മാ ഇരുന്ന കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് സ്കൈലാൻഡിന്റെ ലെഗസി ആവേണ്ടത്? തിങ്കിങ് അബൌട്ട് ദ ലെഗസി ഓഫ് സ്കൈലാൻഡ്, വാട്ട് ഡു യു വാണ്ട് ടു ലീവ് ബിഹൈൻഡ്? Basically, like the home is very hard. Yes. And mention oru roti kapda makan. So that's I'm so happy that I'm giving one of those basic needs ആണ് നമ്മളോട്. അപ്പോൾ അതാണ് സന്തോഷം. വീട്ടിൽ what happens is നമ്മളുടെ എൻ്റെ a lot of clients, in fact, as I said earlier, when they came, they were young. They were 30-40 years. കൊച്ചു പിള്ളേരായിട്ട് വരാറുണ്ട്. They used to come with the children. And one fine morning, maybe 20 years later, they come, sir, I would like to come and meet you. പറയും, അപ്പോൾ ഞാൻ ഉണ്ടാവില്ല, സാർ എപ്പോഴും വരും, അല്ല സാറ് നാളെ മറ്റന്നാൾ, എന്നാൽ ഞാൻ മറ്റന്നാൾ എന്താണ്, അല്ല മോളെ കല്യാണം പറയാൻ. They personally come and invite me. The biggest happiness. I never I always ask myself, why should they come and invite me personally? Because ഞാൻ വീടുണ്ടാക്കി, എനിക്ക് കാശ് തന്നു, ഞാൻ കാശ് ഫ്രീ ആയി കൊടുത്തിട്ടൊന്നുമില്ല, ചോദിച്ച കാശ് തന്നിട്ടുണ്ട്, ഡെലിവേർഡ് എ പ്രോഡക്റ്റ്. Then why should he come back to me again and tell, look, മോളെ കല്യാണമാണ്, എന്തായാലും വന്നിരിക്കണം, സാറിന് വരണം. ഞാൻ അത് പോകുമ്പോൾ അത് വേറെ ഒരു തമാശയാണ്. അവിടെ കല്യാണത്തിൽ പോയി റിസപ്ഷനിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. സാർ, ഹസീസ് സാർ, അല്ല ഹസീസ് ഓട്ടോടെ ഉണ്ട്, ഏജ് കൊണ്ടാണ് സാറിനല്ലേ, അല്ലാണ്ട് നമ്മളെ ഏജല്ലേ, ഏജ് കുറവല്ലേ, അല്ല ഹസീസ്ക്കാന്ന് പറയും, അല്ല പറഞ്ഞിട്ട് പറയും, മോളെ ഓർമ്മയില്ലേ നമ്മളെ വീടിൻ്റെ ഓണർ. ഞാൻ പറഞ്ഞു, എന്താ സാർ, എന്താണ് കാശ് തന്നിട്ടല്ലേ വീട് മേടിച്ചത്? ഓണർന്നാ. എനിക്ക് ചിരി വരാൻ പറ്റും, ആള് ജനം അവിടെ ഇരിക്കുന്നുണ്ടാവും, നാണക്കേടല്ലേ. പക്ഷേ they are so happy. They said, this is what was said and done. ഉള്ള കാര്യം പറയാം, we had a good time. നമ്മൾ സന്തോഷമായി, ഫാമിലി പിള്ളേർ സന്തോഷമായി. ആ സന്തോഷം അറിയിക്കാനാണല്ലോ I am coming and വിളിക്കുന്നത്. So every other day I'll get an invitation. Very nice. And make it a point to go and attend to it. If at all I'm in town, send a message. I can parry. That's a joy, and that should continue. See, that's very important, because ഇതാണല്ലോ മനുഷ്യൻ്റെ ആവശ്യമുള്ള ഒരു ബേസിക് നീഡാണല്ലോ. അപ്പോൾ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്ത കോടിക്കണക്കിന് ആളുണ്ട്. സോ ഐ എം നോട്ട് വറീഡ്. റിസഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടുത്ത 30 കൊല്ലത്തോളം നമ്മളെ ഇൻഡസ്ട്രി വരില്ല, അതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം we need housing and population is going 140 million. എത്ര ഇപ്പം 150 കോടിയായി. ഇനിയിപ്പോൾ 150-60 കോടി പോവാണ്. കേരളം ഓൾസോ ഓഫ് കോഴ്സ് ഇയർ ആൻഡ് ദേർ സം ഒരു ചെറിയൊരു പോപ്പുലേഷൻ്റെ റിട്ടാർഡ് ഒന്നുമില്ല, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺലി. അപ്പം നമുക്ക് വീട് ആവശ്യമുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ, ബോംബെ എല്ലാം ഇന്ത്യ രാജ്യത്ത് ആവശ്യമുണ്ട്. So I think I should continue. That's what I would say. That so happy, the best thing what has happened to me is that I'm so happy is that we are in a business where you are giving ചുമ്മാ ഒരു പ്രോഡക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് പോകുന്നില്ല, ഷീന് പോകുന്നില്ല. In this case, they live there and continue to live there, happy with their family, and pass it on to generation. Correct. And one more thing I want to tell you, apart from this, another satisfaction is that we are creating wealth. We are creating wealth for the family. You once said, no, crorepathisne ningal undaki. ഞങ്ങൾ 8,500 8,000 crorepathiyayi.
ഈ 3 ലക്ഷത്തിന് കൊടുത്ത ഫ്ലാറ്റ് ഓൾസോ 1 crore rupees ആണ്. അന്നൊക്കെ ആദ്യം ആരും ഞങ്ങളോടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. I was so happy. See, the reason what happens is couple of months ago, one of my friend came up. He has been a professional working in abroad, but he's an engineer and IT guy, and he has purchased 3 or 4 up from me. And I just came lunch together. Then I asked. Then he told me, "Yeah, വീട് വിറ്റോട്ടോ." He had an villa in Vazhakala, one of the project we had, and we delivered some 25 years ago. And ഞാൻ പറഞ്ഞു, "എന്തിയാ നീ വിറ്റേ?" അല്ല, look, my in-laws were staying there. They happily they lived there and സന്തോഷമായി എല്ലാ കാര്യവും they both of them then I thought I've got another living in another none of your project നിങ്ങൾ വേറെ പ്രോജക്റ്റിലാണ് താമസിക്കുന്നത്. So we too what happened, what price, casually asked, got 20 times 14 lakhs in the villa he sold at 2.8 crores. Wow, I'm so happy. Look, wealth creation, and lot of people come. And another villa again, Kochi, I don't want to tell you, see, I sold, he come and told me, I said, 33 lakhs എനിക്കായി. അത് ഞാൻ റെൻ്റെല്ലാം കൊടുത്തിരിക്കുകയില്ല, ഞാൻ 10-15 കൊല്ലം 10-12 കൊല്ലം ഐ ഗോട്ട് മോർ ദാൻ 33 ഡബിൾ എനിക്ക് കിട്ടി. 30 വരെ 3 ഇരട്ടി എനിക്ക് കാശ് കിട്ടി റെൻ്റലിന് ആയിക്കോട്ടെ. ഞാൻ ഈ സോൾഡ് വാട്ട് പ്രൈസ് ഐ ആസ്ക്ഡ് കാശ് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. So ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, all the clients become so close, friends ആയിട്ടാണ്. More than the clients, they become so close to us and friends ആണ്. അപ്പം ഞാൻ പറയും എന്ത് ചെയ്യാൻ പറ്റും, ഞാനിപ്പം മതി റിട്ടയർ ഗോയിങ് ബാക്ക് ടു നമ്പർ പോയി എന്തുവല്ല ഞാൻ തമാശ ചോദിച്ചു. ഞാൻ 4 കോടി ചോദിച്ചു 3.25 33 സാധനം ഈ 3.75 crores. So that is a joy. If you ask me, we have created 8,000 crores, but if you ask me, that's a joy. If you ask me, I mean, that is a secondary. എല്ലാവരും ചോദിക്കും വീടല്ലേ, അപ്പം ചിലർ ചോദിക്കാനും വീടല്ല എന്നാലും വില കൂടില്ല. ദാറ്റ്സ് ട്രൂ, ടു അഗ്രി വിത്ത് യു. ബട്ട് മോർ ദാൻ ദാറ്റ് നമ്മൾ താമസിക്കുന്ന വീട് സന്തോഷം താമസിച്ചു, ചിൽഡ്രൻ താമസിച്ചു, നമുക്ക് ഗ്രാൻഡ് പേരൻസ് ആയി, പിന്നെ പാസ് ഡൗൺ ടു യുവർ ജനറേഷൻസ്. ആൻഡ് സ്റ്റിൽ ഇഫ് അറ്റ് ഓൾ യു നീഡ് എന്തെങ്കിലും ഒരു നീഡ് വരാണെങ്കിൽ യു ഹാവ് ഫണ്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ ചിലവർ കൂടി വരാറുണ്ട്, അസീസ് എൻ്റെ വീടൊന്ന് ജസ്റ്റ് ഐ വാണ്ട് ടു എല്ലാം പറയും, ബാങ്കിന് കൊടുക്കണം കാരണം എനിക്ക് വോണ്ട് ടു ടേക്ക് എ ലോൺ, ഡോക്യുമെൻ്റ് ചിലപ്പോൾ വരാറുണ്ട്. സോ ഇറ്റ്സ് ഹാൻഡി ഫോർ മീ. എൻ്റെ മോളൊന്ന് എനിക്കൊന്ന് പുറത്ത് അയക്കണം, 20-30 lakhs വേണം പുറത്ത് അയക്കാമെന്ന്. അപ്പോൾ ഒന്ന് മോർഗേജ് ചെയ്താലേ ഗുഡ് പ്രൈസ്. See, this is also another joy. If you ask me that, see, you create whatever certain wealth creation also is നമ്മൾ വേണമല്ലോ. നമ്മൾ ആൾക്കാർക്ക് നാളെ നേരത്തെ പറഞ്ഞാൽ നമുക്ക് പെൻഷനൊന്നുമില്ല. ഇന്ത്യ രാജ്യത്ത് ആകെ 2-5% ആൾക്കാരെ പെൻഷനുള്ളൂ. നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല, ആർക്കും ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ അങ്ങനത്തെ ആൾക്കാർ ആർക്കും ഇല്ല. 34% ഉള്ളൂ. അൺഫോർച്ചുനേറ്റ് വാട്ട് സെഡ്. അപ്പോൾ എന്താ അസുഖം വന്നാലൊക്കെ നമുക്കൊന്നും വേണ്ടേ, കരുതലും വേണ്ടേ. അറ്റ്ലീസ്റ്റ് ഐ ആം സോ ഹാപ്പി ദാറ്റ് വി കുഡ് അറ്റ്ലീസ്റ്റ് ക്രിയേറ്റ് സം വെൽത്ത് for our clients. That's very important. I don't know how to thank you. ഇത്രയും നല്ല ഹാപ്പിനെസ് കോൺവെർസേഷൻ എന്നെ ഒരുപാട് തലങ്ങളിൽ, റിയൽ എസ്റ്റേറ്റ്, സ്കൈ ലൈൻ, കൾച്ചർ, ഫിലോസഫി, അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് കൊണ്ടുപോയത്. താങ്ക് യു സോ മച്ച് സർ. Thank you for being here today. വളരെ രസമായിരുന്നു. Thank you so much.